സ്നേഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യൽ അയലക്കറിയാണ് വെക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വെച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ അയലക്കറി. കാരണം ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. കൊല്ലം സ്റ്റൈലും പത്തനംതിട്ടയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം അതൊരു സ്പെഷ്യൽ കറി ആയതുകൊണ്ടാണ്. കാരണം ഞാൻ ഗൾഫിലൊക്കെ ഇരിക്കുമ്പോൾ ഈ മീൻകറി കൂടെ വെക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളിയാഴ്ച തോറും എൻ്റെ അടുത്ത് കഴിക്കാൻ വരുമ്പോൾ പറയും, ഇത്താ മീൻകറി വെച്ചിട്ട് ഞങ്ങൾ വരത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും അരച്ച ഒരു പേസ്റ്റ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അതുകൂടാതെ ഒരു കപ്പിനകത്ത് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയും കൂടെ വേണം. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു തക്കാളി നമ്മൾ നല്ലോണം ചോപ്പ് ചെയ്തതും അതിനകത്ത് കരിയാപ്പിലയും പച്ചമുളകും കുരുമുളക് പൊടിയും വേണം. ഇത്രയുമാണ് എൻ്റെ സ്പെഷ്യൽ. ഈ സ്പെഷ്യൽ മീൻകറിയുടെ പ്രത്യേകത ഈ ടൊമാറ്റോ പേസ്റ്റാണ്. ചിലർ ഫിലിപ്പീൻസൊക്കെയാണ് ടൊമാറ്റോ പേസ്റ്റായിട്ട് ഉപയോഗിക്കും. നമ്മൾ ടൊമാറ്റോ എടുത്ത് ചോപ്പ് ചെയ്യുന്നു. പിന്നെ 2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, അത് കാശ്മീരി പൊടിയും നമ്മൾ സാധാ മുളക് പൊടിയും കൂടെ ചേർന്ന മുളക് പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് സ്വല്പം മഞ്ഞൾപ്പൊടിയും. അപ്പം ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ടൊമാറ്റോ പേസ്റ്റും നമുക്ക് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ കൊല്ലംകാരുടെ സ്റ്റൈലാണെങ്കിൽ കുറച്ച് മുരിങ്ങക്ക കൂടെ അതിൻ്റെ കൂടെ പ്രത്യേക ടേസ്റ്റാണ്. ചാറിനകത്ത് മുരിങ്ങക്കൊക്കെ ചുമ്പി കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. 3 വലിയ കുടംപുളിയാണ്. ചിലവർ പിഴുപുളിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുടംപുളി ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഡെക്കറേഷന് കരിയാപ്പിലയും നമ്മൾ ചോപ്പ് ചെയ്ത തക്കാളിയുടെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെക്കണം. കുറച്ച് ഇഞ്ചിയും 1 പച്ചമുളകും ലാസ്റ്റത്തെ ഒരു മേക്കപ്പിന് വേണ്ടിയിട്ടാണ് അതിടുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം അതിൻ്റെ സെറ്റപ്പായിട്ട് വെക്കണം. നമ്മളെല്ലാ സാധനങ്ങളും എടുത്തതിന് ശേഷം മിക്സിയിൽ ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി മിക്സിയുടെ അരപ്പൂടെ ചേർത്തെടുത്ത വെള്ളമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മളിത് മീൻകറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യം നമ്മളറിയാം കരിച്ചട്ടിയാണ് വെക്കുന്നത്, കറുത്ത ചട്ടി. അതാണ് മീൻകറിക്ക് എപ്പോഴും ടേസ്റ്റിന് ഉത്തമമായിട്ടുള്ളത്. അപ്പം ചട്ടി നല്ലവണ്ണം അങ്ങോട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം അറിയാമല്ലോ, കടുകും ഉലുവായും ഇട്ട് നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഒന്ന് പൊട്ടിക്കുക. അപ്പം ഈ മീൻകറി എന്ന് വെച്ചാൽ നമുക്ക് എന്തിൻ്റെയും കൂടെ, അതായത് ഏത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെയും കൂടെയും കഴിക്കാവുന്ന ഒരു സ്പെഷ്യലാണ്. ഈ ടൊമാറ്റോ പേസ്റ്റൊക്കെ ചോപ്പ് ചെയ്തിടുന്നതുകൊണ്ട് നല്ലോണം അതിനകത്ത് അരപ്പ് കാണും. അതുപോലെ തന്നെ നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കാണും. ഒരു സ്പെഷ്യൽ കറിയാണ്. നിങ്ങളത് വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ രുചി മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഇടേണ്ടത്. ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് തന്നെ ഈ കുടംപുളി ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കണം. ആ കുടംപുളിയുടെ ചൂട് അതിനകത്ത് ഇറങ്ങുമ്പോൾ, ആ പുളി കൂടെ ഇങ്ങനെ അലിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ അൽഫാമൊക്കെ വെക്കുന്ന ഒരു മണം വരും. അതാ ഈ മീൻകറിക്കൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ പറയുന്ന പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അരയ്ക്കുക. ഒരു 15 ഉള്ളി അല്ലെങ്കിൽ 20 ഉള്ളി ചെറുള്ളി ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് അതിന് കൂടും. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലോണം ഒന്ന് വഴട്ടുക. അതിനുശേഷമാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതായത് വലിയൊരു തക്കാളി എടുക്കുക. അതായത് പകുതി തക്കാളി നമ്മൾ ലാസ്റ്റ് ഇടാനും പകുതി തക്കാളി പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കണം. ആ പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുന്നതിനകത്താണ് നമ്മൾ 1 പച്ചമുളകും കുറച്ച് കരിയാപ്പിലയും നമ്മൾ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി കാണും. അതാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇത്രയും മിക്സിങ്ങും ആ പുളി എണ്ണയിലിട്ട് വന്നതിൻ്റെ ആ ഒരു സ്പെഷ്യൽ മണവും കൂടെ എല്ലാം ആകുമ്പോഴും ഒരുമാതിരി സെറ്റപ്പ് ആയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മിക്സ് ആയിട്ടുള്ള മുളക് പൊടി, അതായത് കാശ്മീരിയും സാധാ മുളകും കൂടെ ചേർന്ന് മിക്സിങ് ആയിട്ട് വെച്ച മുളക് പൊടി ഇടുക.
അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടിയിട്ട് മൂപ്പിക്കരുത്, അത് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ഇച്ചിരി വെള്ളം ചേർത്ത് ഒഴിക്കുകയേ ആകാവൂ. അതുകൊണ്ട് ഇതൊന്ന് സെറ്റപ്പ് ആകുന്നിടം വരെ നമ്മളതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ അരപ്പും എല്ലാം അതിൻ്റെ സെറ്റപ്പായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളവും അതുപോലെ മിക്സിയിൽ നമ്മൾ അരപ്പ് ബാക്കി വരുന്നതൊക്കെ കാണുമല്ലോ, അതുകൂടെ ചേർത്തുള്ള ആ വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മുരിങ്ങയ്ക്കയും ആ കുറച്ച് കരിയാപ്പിലയും കൂടെ അതിനകത്ത് ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് ചേർത്ത് നമ്മൾ ഇട്ട് വേവിക്കുക. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റായിട്ട് എണ്ണയ്ക്കകത്തിട്ടല്ലേ കരിഞ്ഞു പോവും. അതുപോലെ ഇങ്ങനെ കലക്കി ഒഴിക്കുകയേ ചെയ്യാവൂ. അതുപോലെ തന്നെ നമുക്കൊരു ചട്ടി നിറയെ വയ്ക്കുന്നതിന് സാധാരണ 2 സ്പൂണ് ഉപ്പിട്ടാൽ മാത്രം മതി. കാരണം അതിൻ്റെ പുളിയുടെ ബാലൻസ് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും ഈ 2 സ്പൂണ് ഉപ്പ് മതി. അതിൽ കൂടുതലായപ്പോൾ ഉപ്പ് കൂടിപ്പോവും. ഇത് കറക്റ്റായിട്ടുള്ളതാണ്. ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ളത് ഒരു മീൻകറിയാണത്. അതിനുശേഷം നമ്മൾ മീൻ അങ്ങ് പിറക്കിയിട്ടതിന് ശേഷം മീൻ ഓപ്പണായിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ മീൻ അടച്ചു വെച്ച് വേവിച്ചാൽ മീനിൻ്റെ ഒരു പ്രത്യേക സൈസുള്ള ഇരുമ്പ് ചുവയുണ്ട് അതിൻ്റെ. അത് ഇറങ്ങിക്കഴിയുമ്പോഴാണ് മീൻ ഒരു പച്ച മണം വരുന്ന പോലെ എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി അരപ്പ് തിളച്ചതിന് ശേഷം മീൻ ഇടുക. അപ്പം മീൻ തുറന്ന് വെച്ച് തന്നെ വെട്ടി തിളപ്പിക്കുക. അങ്ങനെ വെട്ടി തിളച്ച് ഒരുമാതിരി ആയതിനു ശേഷം ഒരു 3 മിനിറ്റ്സ് വെട്ടി തിളച്ച് അതിൻ്റെ പച്ചമണം വെളിയിൽ പോയതിന് ശേഷമാണ് നമ്മൾ അടച്ച് വെച്ച് മീൻ വേവിക്കേണ്ടത്. അടച്ച് വെച്ചതിന് ശേഷം 5 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും മൂടി തുറന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള തക്കാളി ഇടുന്നു. കുറച്ച് കൊത്തി വെച്ചിരുന്ന കുറച്ച് ഇഞ്ചി അഡീഷണലിടുന്നു. 3-4 കറിവേപ്പില തണ്ടിടുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കുന്നു. എന്നിട്ടൊരു തീ ഓഫ് ചെയ്തിട്ട്, എന്നിട്ട് ഇനിയും ചെയ്യേണ്ട തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് ഞാൻ തുറന്നതാണിത്. ഇപ്പം നോക്കിക്കോണം ആ മീൻകറിയുടെ ടേസ്റ്റ്. ഇന്ന് ഞാൻ ഈ മീൻകറിയുടെ ടേസ്റ്റിൻ്റെ കൂടെ നമ്മൾ വെക്കുന്നത് പാൻകേക്ക് പോലൊരു അപ്പമാണ്. ഏതപ്പവും ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മീൻകറി നിങ്ങൾ ഇതുപോലെ വെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. ഞാൻ ഗൾഫ് നാട്ടിലിരുന്നപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വെക്കുക.